ക്യാമറയുടെ മുന്നിൽ പോയി ആ പഞ്ചാബികൾ നല്ല ശതമാനം കള്ളത്തരം കാണിക്കുന്ന സ്റ്റാറ്റസ് വഴി തടഞ്ഞു നിർത്തി ചോദിക്കാൻ പറ്റുമോ? അത് ചോദിക്കാം. യെസ്, ചോദിക്കാം. ജിൻസിന് അറിയാവുന്ന എത്ര മലയാളി ഇല്ലീഗൽസ്, എത്ര ഇന്ത്യ ഇല്ലീഗൽസ്, മെക്സിക്കൻ ഇല്ലീഗൽസ് ഉണ്ടെന്ന് ജിൻസ് മോൻ ഒന്ന് ചിന്തിച്ചോ? ഭയത്തിലൂടെയോ അല്ലെങ്കിൽ സമൂഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നിയമം നടപ്പിലാക്കുന്നതിനോട് എനിക്ക് മാത്രം ഗവൺമെന്റ് ഓഫീസുകളിലാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ജോലി ചെയ്യുന്നത് ന്യൂയോർക്കിൽ. ഈ ഇല്ലീഗൽസ് ഇത്രയും വന്നത് ഇവിടെ തന്നെയുള്ള ഗവൺമെന്റിന്റെ അല്ലെ പ്രയർ ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ കയറിയത്. എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ ഒരു ഭരണം നടത്തുക എന്ന് പിണറായി വിജയൻ BJPയുടെ എതിരെയാണ്ട് പറയുവാണ്, പാകിസ്ഥാനികളെ നിങ്ങളല്ല ഇങ്ങോട്ട് കയറി വരും, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ പിടിക്കാതിരിക്കാൻ. എന്തിനാണ് 229 229 എത്ര മാസം, ഒരു വർഷം, ഒറ്റ വർഷത്തില് ഒരു പ്രസിഡന്റ് ഇറക്കിയേക്കുന്നതാണ്. അത് എന്തിനാണ് ഓവർറിഡൻ ചെയ്യാൻ വേണ്ടി മാത്രം, ടാർഗറ്റ് മേടിച്ച് പിടിക്കാനായിട്ട്. ഇത് താലിബാൻ അല്ലല്ലോ, ഇവിടെ അമേരിക്കയിലുള്ള സിറ്റിസനെ വരെ ടാർഗറ്റ് തേക്കാൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു പോലീസിങ്ങിനെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും നമ്മൾ എന്താ പറയുക? അടിച്ചമർത്തി ഭരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ഭരണാധിപനെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ജനാധിപത്യം. ഇല്ലീഗലിനെ പിടിക്കാനായിട്ടാണ് ഞാൻ വോട്ട് ചെയ്തേക്കുന്നത്. എന്റെ ഒരു പോയിന്റ് അതായിരുന്നു. താനെന്താ പോണില്ലേ? നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചങ്ങ് ഇരുന്നു പോയതാ. എന്തു പറ്റി? ഡാഡിയോടും മമ്മിയോടും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് നോക്കണം, ബിസിനസ് നോക്കണം, കൃഷി നോക്കണം, അങ്ങനെ 100 കൂട്ടം ന്യായങ്ങളാ പറയുന്നത്. അതിനിടയ്ക്ക് പോയി 25 ഏക്കർ തോട്ടം എഴുതിച്ചു. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അതിന് രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഈ അമേരിക്ക ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഇതിനൊക്കെ? ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസിയോ? സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. ആഹാ, അത് കൊള്ളാമല്ലോ. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം. വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് നിതിൻ ഈപ്പൻ, ജിൻസ്മോൻ സക്കറിയ. നിതിന് ഇന്നത്തെ വോക്കി ടോക്കിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് ദിവസം പ്രതി ഓരോ ദിവസവും നമുക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് എന്ത് നടക്കുന്നു, നാളെ എന്ത് നടക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു വിഷയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഐസിന്റെ വിഷയം തന്നെയാണ്. ട്രംപ് അഴിച്ചുവിട്ടിരിക്കുന്ന ഐസ് ഓരോ സ്റ്റേറ്റിൽ ചെല്ലുമ്പോഴും എന്താണ് അവര് കാണിക്കുന്നത്? സ്റ്റേറ്റിനനുസരിച്ച് അവരുടെ സ്വഭാവം മാറുകയാണോ, അല്ല അവരുടെ സ്വഭാവത്തിനനുസരിച്ച് സ്റ്റേറ്റിൽ നടക്കുന്ന സംഭവങ്ങൾ മാറുകയാണോ എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ഈ സംഭവങ്ങളും ഈ സംഭവ വികാസങ്ങളുടെയും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റൂമേഴ്സ് ആണോ, സോഷ്യൽ മീഡിയ ഇനി ഫോർവേഡ് ചെയ്യുന്ന വിഷയങ്ങളാണോ, വാട്സപ്പ് മെസ്സേജുകളിൽ വരുന്ന വിഷയങ്ങളാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം അത്രയധികം ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിനിസോട്ടയിൽ നടന്ന സംഭവം, ന്യൂയോർക്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരെയും ഭീതി ഉണർത്തുന്നതാണ്. ഓരോരുത്തരോട് നമ്മൾ സംസാരിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് വെളിയിൽ നമ്മൾ പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം ഉളവാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിതിൻ ഇവിടെ ഇത്രയും വർഷം താമസിച്ച ഒരാളെന്ന നിലയ്ക്കും ആ ഒരു ന്യൂയോർക്കിന് അടുത്തുള്ള അല്ലെങ്കിൽ കണക്ടിക്കറ്റിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഇവിടത്തെയുള്ള ഈ വിഷയങ്ങളെല്ലാം കുറച്ച് പഠിച്ചിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും എന്താണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, എനിക്ക് പേടിയോ ഭയോ ഒന്നുമില്ല. ഓക്കെ, കാരണം ഇത് നമ്മൾ ഇതിന്റെ ഒരു ക്രക്സ്, ഈ മാറ്ററിന്റെ ക്രക്സിലേക്ക് എത്താം. ഇപ്പൊ അമേരിക്കയിൽ മൊത്തം ഒരു എസ്റ്റിമേറ്റ് ബിറ്റ്വീൻ 14 to 20 മില്യൺ, 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷം പേരാണ്, അത്രയും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. അപ്പൊ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പല കാരണങ്ങൾ കൊണ്ട് അവർ നേരെ ബോർഡർ ക്രോസ് ചെയ്താകാം, അല്ലെങ്കിൽ നമ്മുടെ പല വിസയിൽ വന്നിട്ട് ഓവർ സ്റ്റേ ചെയ്യുന്നവരുണ്ട്. ഇതിനകത്ത് 3ാം സ്ഥാനം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരാണ്. നമ്മൾ ഓൾമോസ്റ്റ് 800,000 ഉണ്ടെന്നാണ് പറയുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട്. ഓക്കെ, അപ്പം ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കണോ വേണ്ടയോ, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കുവാണ്, അവരെ പിടിക്കണ്ടെന്നാ പറയുന്നത്. പിന്നെ എന്തിനാ ബോർഡേഴ്സ് ഉള്ളത്? നമ്മളെല്ലാവരെയും അങ്ങ് കയറ്റിയേക്കാം. കാരണം ഇവരിവിടെ വന്നിട്ട് അപ്പം ഈ നമ്മളൊരു കറക്റ്റ് ആയിട്ടും ലീഗലായിട്ട് വരുന്നവന്റെ അങ്ങൊരുമാതിരി ആസാക്കുന്ന പരിപാടിയാന്ന് ഞാൻ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ കോപ്പി അടിക്കുന്നില്ല, ബാക്കി എല്ലാവരും കോപ്പി അടിക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് us ഓൾസോ, എന്നാൽ നമ്മൾ എന്തിനാണ് ഈ നേരായ രീതിയിൽ കൂടെ നടക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഇതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. അപ്പം ട്രംപ് ആണ് ഇപ്പം ജയിച്ചിരിക്കുന്നത്, ട്രംപ് ആണ് ഇപ്പം പ്രസിഡന്റ്. ട്രംപിന്റെ ഒരു മെയിൻ പ്ലാറ്റ്ഫോമിലുള്ള ഒരു കാര്യമായിരുന്നു പുള്ളി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കുക എന്നുള്ളത്. ഇല്ലീഗൽ ഇമിഗ്രൻസ് വിതിൻ US ബോർഡേഴ്സ് ഉള്ളിലായി കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ DHSന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്, ഇതിന്റെ സ്റ്റോപ്പ് ചെയ്യുന്നതോ അവരെ ചെക്ക് ചെയ്യുന്നത്. ഒന്ന് കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ ഉണ്ട്, ആ എൻട്രി എക്സിറ്റ് പോയിന്റ്സിലുള്ളവർ. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്താൽ ഇവരെ പിടിക്കാൻ അത് എൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ ഒരു പോലീസുകാരൻ ഇപ്പൊ നമ്മളൊരു കാറിൽ പോകുമ്പോഴത്തേക്ക് നമ്മളോട് നമ്മുടെ ലൈസൻസ് ചോദിക്കാം, പക്ഷെ പുള്ളിക്ക് നമ്മളെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ചോദിക്കാൻ അധികാരമില്ല, ഒരു ലോക്കൽ പോലീസുകാരന്. അപ്പം ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് ഉണ്ടെങ്കിൽ അവനെ പിടിക്കേണ്ടതെന്ന് വെച്ചാൽ അവനെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോകേണ്ടത് ഐസ് എന്ന് പറഞ്ഞാൽ, അതായത് ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ്. അവർ ഫെഡറൽ ഓഫീസേഴ്സ് ആണ്. സോ അവർക്ക് അതിന്റെ റൈറ്റ് ഉണ്ട്. അവർക്ക് വീട്ടിൽ കയറി ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവർ വീട്ടിൽ കയറാത്തത്. കാരണം ഇതൊരു വാറന്റ് ആണ്, ബേസിക്കലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വാറന്റ് ആണ് ഇവർക്ക് കിട്ടുന്നത്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു വീട്ടിൽ കയറി ഒരു സെർച്ച് ഒക്കെ നടത്തണമെങ്കിൽ നമ്മുടെ 4th അമെന്റ്മെന്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അതിനൊരു ജുഡീഷ്യൽ വാറന്റ് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അവർ വീട്ടിൽ കയറി പിടിക്കാത്തത്. പക്ഷേ അവർക്ക് നമ്മുടെ ജോലി സ്ഥലത്ത് വന്ന് നമ്മളെ പിടിക്കാം, നമ്മളെ വഴിയായിരിക്കില്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യാം നമ്മളെ. അതായത് പ്രോബബിൾ കോസ് വേണം. എന്താണ് പ്രോബബിൾ കോസ്? ഒരു ഐസുകാരൻ പിടിക്കുമ്പം ഒരു സ്പാനിഷ്, ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആരാണ്? മെക്സിക്കൻസോ എൽ സാൽവഡോറിയൻസ് ആണ്. പിന്നാണ് നമ്മൾ വരുന്നത്. അപ്പം സ്പാനിഷ് സംസാരിക്കുന്നവരത്തിനെ പ്രോബബിൾ കോസ് പറയാം. ഇവൻ സ്പാനിഷ് സംസാരിക്കുന്നോണ്ടാകാം, അത് ഒരു പ്രോബബിൾ കോസ് ആണ്. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിൽ ഒരു റൈറ്റ് ഉണ്ട് പറയാൻ, എനിക്ക് എൻ്റെ ID ഒന്നും ഞാൻ കാണിക്കത്തില്ല എന്നുള്ളത്. ബട്ട് ശരിക്കും പറയുവാണെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് എടുക്കാം. അങ്ങനാണെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ പറയണം, എടാ കാർ ഓടിച്ച് നമ്മളെ പോലീസുകാരൻ പിടിക്കുമ്പോൾ ഞാൻ ID കാണിക്കത്തില്ല എന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ചെയ്യുമോ? അത് നമ്മൾ പിള്ളേരോട് പറയുന്നുണ്ടോ? ഇല്ല. നമ്മളത് ചെയ്യുമോ? എടാ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ ഡീറ്റെയിൻഡ് ആകാൻ ചാൻസ് ഉണ്ട്. ശരിയാണ്, അവർക്ക് നമ്മളെ പിടിച്ച് ഇടിക്കാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും. ബട്ട് യു ഹാവ് എ പോസിബിലിറ്റി ടു ബി ഡീറ്റെയിൻഡ്. വൈ ഡു യു വാണ്ട് ടു ഡു ദാറ്റ് ഇഫ് യു ആർ ലീഗൽ? പിന്നെ ഒരു ഇമിഗ്രന്റ് എന്നുള്ള നിലയിൽ, ഈവൻ ഗ്രീൻ കാർഡ് ഹോൾഡർ, യു ആർ സപ്പോസ്ഡ് ബൈ ലോ നമ്മുടെ ഗ്രീൻ കാർഡ് കൊണ്ട് നടക്കണം എന്നാണ് റൂള്. കാരണം നമ്മളവിടെ പ്രൂഫ് ചോദിക്കാം. H1B കാരൻ അതിന്റെ ആവശ്യമില്ല. ബട്ട് ഗ്രീൻ കാർഡ് ഹോൾഡറിനുണ്ട്, അതായത് നമ്മളുടെ ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇതാരും അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാറില്ല, അത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്. ബട്ട് ഇതാണ് ലോ. അപ്പം നിയമം നടത്തുന്നവരാണ് ഐസ്. സോ ദേ ആർ ആസ്കിങ് യുവർ ക്വസ്റ്റ്യൻ. You can decide to say, I'm not going to show it, and then they can decide to take you in or do whatever. Or you can decide to show it and go your way. അവര് അത് കാണിക്കുന്നവരെ ഒന്നും ചെയ്യുന്നുമില്ല. ഇത് കാണിക്കാത്തവരോ അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ളവരോ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഇതനുസരിച്ച് ഇഫ് ദേ ആർ ഇംപ്ലിമെന്റിംഗ് എ ലോ, അത് കറക്റ്റ് ആണ്. ഇത് വേണ്ട എന്നാണ് ആൾക്കാർ പറയുന്നടാ, ഇങ്ങനെ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവനെ ഒന്നും നമ്മൾ പിടിക്കേണ്ടെന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ ലോ മാറ്റ്. എന്തിനാണ് ഈ ലോ? അതാണ് എൻ്റെ ഒരു സോ അതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. എന്നെ കഴിഞ്ഞ ആഴ്ചയും പോലീസുകാരൻ പിടിച്ചാണ്. ഞാൻ സ്പീഡിങ്ങിലായിരുന്നു, എന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു അറിയാതെ പറ്റിപ്പോയി, സ്പീഡ് ചെയ്തു, പുള്ളി സംസാരിച്ചു പോയി. ഇപ്പൊ എനിക്ക് അവിടെ പറയായിരുന്നു, നിനക്ക് എന്റെ ID ചോദിക്കാൻ അധികാരമില്ല, അല്ലെ ഞാൻ കാണിക്കത്തില്ല എന്ന് വേണേ പറയായിരുന്നു. വലിയൊരു ടിക്കറ്റും കിട്ടുമായിരുന്നു, വീട്ടിൽ പോയായിരുന്നു. എന്നിട്ട് എനിക്ക് പറയായിരുന്നു അവൻ. അപ്പൊ അങ്ങനെ ഇപ്പൊ നിതിൻ ഇപ്പൊ കുറച്ച് നേരത്തെ തന്നെ പറഞ്ഞു, അപ്പൊ നമുക്ക് അങ്ങനെ ഇപ്പൊ നമ്മളെ പിടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. നമുക്കത് ചെയ്യാം, അത് ചെയ്യണം. ഈ ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നമുക്ക് ഔചിത്യബോധം എന്ന് പറഞ്ഞൊരു സാധനവും കൂടെ ഉണ്ട്. നമുക്ക് ബോധപൂർവം അവനെ ഹി ഈസ് എൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, സ്പീഡ് ചെയ്തവനെ പിടിക്കണം, ടിക്കറ്റ് കൊടുക്കണം. ആ സമയത്ത് ഇഫ് വി കൻ പ്രൊലോങ് ദ ഹോൾ ആ ഒരു ന്യൂസൻസ് ഓർ അനോയൻസ് ഓർ എനിത്തിങ്, ഓർ വി കൻ ഡിസൈഡ് ഒന്നീ ടിക്കറ്റ് അങ്ങ് മേടിക്കുക, അല്ലെങ്കിൽ അവനോട് പറയാം ഒരു സോറി പറഞ്ഞിട്ട് എന്നെ ഒന്ന് വിട്ടേക്കാമോ എന്ന് ചോദിക്കാം. സെയിം തിങ്. അപ്പം ഐസിനെ സംബന്ധിച്ച് ദേ ഹാവ് എ മാൻഡേറ്റ്.
ഈ ഐസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അവനൊരു ജോലിക്കാരൻ എൻ്റെ അത്ര, അത് നമ്മളെ പോലെ ഒരുത്തനാണ്, അവനൊരു ജോലി എടുക്കുന്നു, അവനൊരു ശമ്പളം കിട്ടുന്നു. മേ ബി ഹി ഓൾസോ ഡസൻ ലൈക്ക് ഇംപ്ലിമെന്റിങ് ഇറ്റ്, ബട്ട് ഹി ഈസ് ഗിവൺ എ ടാസ്ക്. ഇവൻ ഇതാണ് ചോദിക്കേണ്ടത്. അതൊരു ഇല്ലീഗൽ ആണെങ്കിൽ പിടിച്ച് ഡിപ്പോർട്ടേഷൻ പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോകണം. അപ്പൊ അതിൻ്റെ എതിരെ കുറെ പേര് എതിർക്കുന്നു, അതായത് പിടിക്കാൻ വരണ്ടെന്ന് പറയുന്നത്. എടാ അങ്ങനെ നോക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരുത്തൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവന് അവൻ ഇടയ്ക്ക് കുറച്ച് കള്ളത്തരമൊക്കെ ചെയ്യും, കുറച്ച് മോഷ്ടിക്കുമെന്നുള്ളതേ ഉള്ളൂ, അവനെ ആയിക്കോട്ടെ, അവൻ ആരെയും ഉപദ്രവിക്കുന്നില്ല, മോഷ്ടിച്ചു എന്നല്ലേ, സാധനം അങ്ങനൊക്കെ നമ്മൾ ആർഗ്യുമെന്റിലേക്ക് കയറണോ അതോ ലെറ്റ് ദം ഡു ദെയർ ജോബ്. ഇറ്റ് ഇസ് ദേ ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്, ദേ ആർ ഫോളോയിങ് ദ ലോ. ആൻഡ് ഇഫ് യു ആർ impeding the process of an officer, you can protest, peaceful protest നടത്താം. ആരും ഇവിടെ അമേരിക്കയിൽ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്തേണ്ടതൊന്നും പറയുന്നില്ല. പക്ഷേ അവന് ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ he can use force. That is just as അതിപ്പോ എവിടെ അതാണ്. അപ്പം അമേരിക്ക വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, പല സിറ്റീസും അല്ലെ പല സ്റ്റേറ്റ്സും ഇത് ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. ഇത് ഫെഡറൽ ലോ ആണ്. ഇപ്പൊ ന്യൂയോർക്ക് പോലുള്ള സ്ഥലം, ന്യൂയോർക്ക്, കാലിഫോർണിയ ഒക്കെ ഗവർണേഴ്സ്, അതായത് ലെഫ്റ്റിസ്റ്റുകൾ മാർക്സിസ്റ്റുകൾ കൂടുതലുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒത്തിരി ഇമിഗ്രൻസ് ഉണ്ട്. അപ്പം അവർ പലരും ഇത് ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല, അതായത് അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കും. അമേരിക്ക ഇപ്പം ന്യൂയോർക്കിലൊക്കെ പലരും സ്റ്റേറ്റിലും സിറ്റിയിലും ഒക്കെ ഇല്ലീഗലും എന്നാ പറയുന്ന എല്ലാം അവർ അവിടെ ജോലി വരെ ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് ദ സ്റ്റേറ്റ് അലൗസ് ഇറ്റ്. അപ്പൊ എടാ ആദ്യം ഇവിടെ ലീഗലായിട്ട് ഇരിക്കുന്നവനോട് ചെയ്യുന്ന ഒരു ചതിയാണത്. സ്വന്തം നാട്ടിലിരിക്കുന്നവനെ ഒരുമാതിരി ചതിക്കുന്ന ഒരു പരിപാടിയാണ്. സോ ഐ എം ഫോർ ഐസ് ഡൂയിങ് ഇറ്റ്. കാരണം നിതിൻ ഇപ്പൊ ഈ പറഞ്ഞത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ട് ലോ ആൻഡ് ഓർഡർ ഒരു പ്രൊസീജിയർ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഈ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നു എന്നൊരു ഫീലാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ആക്ച്വലി ഇതിന്റെ വിഷയം അതല്ല. കാരണം ഇന്ന് ഇപ്പൊ നിതിൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ കൂളായിട്ട്, കാരണം അമേരിക്കയിൽ ആ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ട്, അത് നമുക്കൊന്നും ഭയമില്ലാതെ നമുക്ക് പോകാൻ പറ്റുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ കൊണ്ടാണ് ഐസിന്റെ ആൾക്കാർ വീട്ടിൽ ചെല്ലുന്നത്. അവർക്ക് വീടിനകത്ത് വീട്ടിൽ കയറാൻ പറ്റത്തില്ല, അനുവാദമില്ല. വീട്ടിൽ കയറുന്നുണ്ട്, അല്ല ഒത്തിരി ഇൻസിഡൻസ് അതല്ലേ പറഞ്ഞത്. ഇതിപ്പം നമ്മൾ പറയുമ്പം നിയമം ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ കൊണ്ട് ഐസിന്റെ ഓഫീസേഴ്സ് പലരും അവരാ ലോ വിട്ട് പോകുന്നുണ്ട്. അത് ഞാൻ ഇന്നിപ്പോ ഒരു മലയാളി സ്റ്റോറിൽ, ഒരു മലയാളി ഓൺ ചെയ്യുന്ന സ്റ്റോറിൽ ഞാൻ പോയപ്പോ അവിടുത്തെ ആ പയ്യൻ എന്നോട് ചോദിച്ചു, അങ്കിളുടെ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ പാസ്പോർട്ട് എന്നാന്ന് ചോദിച്ചു. അപ്പൊ ഈ പാസ്പോർട്ട് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പൊ ലോങ് ഐലൻഡിൽ തന്നെ ഇന്ന് ഒരു ഗുരുദ്വാരയില് ഇന്നലെ ഒരു റെയ്ഡ് നടന്നു. ആ ഗുരുദ്വാരയ്ക്കകത്ത് വരുന്ന 2 വാൻ നിറച്ച് ഐസിന്റെ ഓഫീസേഴ്സ് 2 സൈഡ് പുറത്ത് കിടക്കുവാണ്. ഇവരെ ബലമായിട്ട് പിടിച്ച് അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന ആൾക്കാരെ, കാരണം ഇപ്പൊ നമ്മൾ എയർപോർട്ടിലെ ബയോമെട്രിക് സിസ്റ്റത്തിൽ കൂടെ കടന്നു പോരുന്ന ആ ഫെസിലിറ്റി ഇപ്പം ഈ OB വാനിന്റെ ഈ വാനിന്റെ അകത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ അതിൽ കൂടെ ആൾക്കാർ ഇപ്പൊ, കാരണം ഈ ബയോമെട്രിക് ആണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, കാരണം ഈ ഇഷ്യൂസ് കൂടുതൽ വന്നത് കൊണ്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടും അത് കവറപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവിടുന്ന് കുറെ ആൾക്കാർ ഇവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പം ഇത് ഗുരുദ്വാരയുടെ ഫ്രണ്ടിലും ഇന്ത്യക്കാരുടെ പല സ്ഥലം കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മളിപ്പോ മിൻസോട്ടയിൽ നടന്ന ആ ഇഷ്യൂ എന്ന് പറയുന്ന പോലെ ഷൂട്ട് ചെയ്യുന്നതും, അല്ലെങ്കിൽ അവര് സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരെ റോങ്ഫുൾ ആയിട്ട് അറസ്റ്റ് ചെയ്തിപ്പം നിതിൻ പറഞ്ഞതുപോലെ നമ്മള് മലയാളികളല്ല, ഇന്ത്യക്കാർ പൊതുവെ ലോ വളരെ ഒബീഡിയന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചോദിച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കും, ഇവരോട് തർക്കിക്കാൻ പോയില്ല. നിയമം പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ ജനിച്ചു വളർന്നത്. പക്ഷെ സാധാരണ ഇവിടെയുള്ള പിള്ളേർക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റിലും കാലിഫോർണിയ ഐസിന്റെ ഓപ്പറേഷൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഇപ്പം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ വളരെ അഗ്രസീവ് ആയിട്ട് സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഇവിടുത്തെ സ്റ്റേറ്റിന്റെ സപ്പോർട്ട് ഇല്ല, കാരണം ഇത് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടെ ആ ഒരു വിധത്തിലുള്ള എതിർപ്പ്, കാരണം ഈ ലോക്കൽ പോലീസിന്റെ അധികാരമില്ലാതെ ഇവർക്ക് പലതും എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയല്ല. ഇതിന്റെ കാര്യം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഈ സെക്കൻഡ് ടൈമില് ചെയ്തേക്കണ എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്ട് 229ഓളം എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഇന്ന് വരെ പുള്ളി സൈൻ ചെയ്തിട്ടുണ്ട്. ഈ എക്സിക്യൂട്ടീവ് ഓർഡർ എന്ന് പറയുന്നത് തന്നെ അപ്പൊ ഈ ലോയിനെ ഓവർ റിഡൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അതായത് ലോയെ ഓവർ ചെയ്യുന്നു, ഈ കോർട്ടിനെ ബൈപ്പാസ് ചെയ്തിട്ട് പ്രസിഡന്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതിൽ പല ഓർഡറുകളും, വളരെ കുറച്ച് ഓർഡറുകളൊക്കെ കോർട്ട് ഓൾറെഡി റിജക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പൊതുവെ അറിയാമല്ലോ ഇവിടുത്തെ ഒരു ലീഗൽ സിസ്റ്റം അനുസരിച്ച് അത് ആ ഓർഡർ അതേപടിയൊന്നും കോർട്ട് എടുത്ത് കളയൊന്നുമില്ല. കാരണം റിപ്പബ്ലിക്കൻ അപ്പോയിന്റ് ചെയ്ത ജഡ്ജിമാരും, അല്ലെങ്കിൽ ജഡ്ജിന്റെ ഒരു എലക്ടഡ് പൊസിഷൻ ആയിട്ടുള്ള ലോവർ കോർട്ടിലുള്ളവരും ഒക്കെ ഇത് ആ രീതിയിലൊക്കെ പോകും. ഫെഡറൽ ജഡ്ജിമാർ പോലും അവരൊന്നും ബയാസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ഇത് സിറ്റുവേഷൻ അതാണ്. അതുകൊണ്ട് ഈ ഐസിനെ ബേസിക്കലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറൂരി വിട്ടേക്കുവാണ്. കാരണം ഈ എക്സിക്യൂട്ടീവ് ഓർഡർ നമ്മൾ പറയല്ലേ, ഈ സിറ്റിസൺ, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സിറ്റിസൺ ആയിട്ടിരിക്കുന്ന ആൾ ഇന്നലെ സിറ്റിസൺ ആയാലും മിനിങ്ങാന്ന് സിറ്റിസൺ ആയാലും സിറ്റിസൺ ആണ്.
ആ സിറ്റിസൺ ആയിട്ടിരിക്കുന്ന ഒരാളോട് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ചോദിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇമിഗ്രേഷൻ ചോദിക്കാൻ പാടില്ല, റിലീജിയൻ ചോദിക്കാൻ പാടില്ല. ഇത് നമുക്ക് തന്നേക്കണ റൈറ്റ് ആണ്. ആ റൈറ്റിനാണ്, ആ വ്യക്തിപരമായ ആ അധികാരത്തെ ഇപ്പം നിതിൻ ചോദിച്ച കാര്യം ചോദിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ കറക്റ്റ് ആണ്. ഇത് ബോർഡർ മുഴുവൻ തുറന്നിട്ടാ പോരെ, ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാർ ഇവരെ ഒന്നും നമ്മൾ കറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. ഇപ്പൊ ഒബാമയുടെ കാലത്ത് എന്തൊക്കെ ഇത് പൊളിറ്റിക്കൽ അലിഗേഷൻ കൂടാതെ ഒബാമ എത്ര ആൾക്കാർ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്ത്, അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ നിയമം അനുസരിച്ച്, കാരണം ഇതിപ്പോ ഒരു ബഞ്ച് ഓഫ് പ്രസിഡന്റിന്റെ ഡയറക്റ്റീവ്സ് ഉള്ളത് കൊണ്ട് ഇതിന് എത്രമാത്രം ഈ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇതൊക്കെ ഏതൊക്കെ കാര്യങ്ങളിൽ ഇപ്പം പറയാം ഇതിനെ ഒരാൾ ഇവിടെ ഒന്ന് ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരു പോലീസിന്റെ ഭാഗത്ത് നല്ല ഒരു അധികാരികളുടെ ഭാഗത്തു നിന്ന് ഇതിനൊരു എന്നാ പറയണേ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് സൂ ചെയ്യാം. നമ്മൾ തന്നെ പറയും, നമ്മൾ USA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA-യുടെ അർത്ഥം തന്നെ യു ക്യാൻ സ്യൂ എനിവൺ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനും കൂടി ഉണ്ട് അതിനകത്ത്. നമുക്ക് ഇവിടെ വിക്ടിം വീസ എന്ന് പറയുന്ന ഒരു വീസ തന്നെ കാറ്റഗറി ഉണ്ട്. ഇപ്പം നമ്മളിവിടെ വന്നിട്ടുള്ള ഒരു അമേരിക്കൻ സിറ്റിസന്റെ ആക്രമണം കൊണ്ട് ഒരാളെ ആക്രമിക്കപ്പെട്ടാൽ അയാളെ ട്രീറ്റ് ചെയ്യുന്ന അയാൾക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാം. അങ്ങനെ നിയമമുള്ള ഒരു രാജ്യത്താണ് ഇത്. വളരെ അഗ്രസീവായിട്ട് ഈ നിയമം ഐസിനെ ശരിക്കും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഐസിന് കൊടുക്കുന്ന ഇപ്പൊ തന്നെ ഐസിന്റെ ട്രെയിനിങ്, അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാരല്ല ഇപ്പൊ, കാരണം കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യണം. വളരെ ലിമിറ്റഡ് പീരീഡിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ ഫീൽഡ് ഓഫീസേഴ്സിന് ഇപ്പൊ പുറത്തേക്ക് ഇറക്കി വിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും ഇവർ വീടുകളിൽ കയറിയിട്ടുണ്ട്, ഇവര് നിയമം പലതും പാലിക്കുന്നില്ല. ഇവര് ഇപ്പം പറയാ നമ്മൾ പറയല്ലേ പിന്നെ ഫോഴ്സ്, എത്രമാത്രം ഫോഴ്സ് ഉപയോഗിക്കാം ഒരു അറസ്റ്റിൽ പോലും എന്ന് കൃത്യമായിട്ട് പ്രോട്ടോകോൾ ഉള്ളതാണ് ഇവിടെ. നമ്മൾ പറയല്ലേ നമ്മുടെ നാട്ടിൽ കുഞ്ചിർത്തി 10 ഇടി ഇടിക്കുന്നേക്കാളും ഇരട്ടിയാണ് ഇവർ ചവിട്ടിക്കൂട്ടി ഒരു അറസ്റ്റ് ചെയ്യുന്നത് പോലും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാര ദുർവിനിയോഗം ഈ ട്രംപിന്റെ ഇങ്ങനെ നടത്ത എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ ഐസിനെ കയറൂരി വിട്ടേക്കുന്നത്, അതിപ്പോ നമ്മൾ ഇന്ത്യക്കാരെ തന്നെ ഭീതിയിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ജനിച്ചു വളർന്ന പിള്ളേർ അവരൊരിക്കലും, നമ്മൾ പിള്ളേരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺ ആണ്, ഇവിടെ ജനിച്ചതാണ്, ഈ റൈറ്റ് എല്ലാം ഉണ്ടെങ്കിലും നമ്മളൊരു കെയർഫുൾ ആയിരിക്കാനായിട്ട് നമ്മൾ പറയുമ്പം നിങ്ങൾ കണ്ണാടിയിലും കൂടെ ഒന്ന് നോക്കണം. പക്ഷെ ഞാൻ പറയും ട്രംപിനെ അതുപോലെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 80% ഇന്ത്യക്കാർ വോട്ട് ചെയ്തതാണ് ട്രംപില്ല. അത് തെറ്റാണ്. ഇന്ത്യക്കാര് ഡെമോക്രാറ്റ് ആണ്. ഇന്ത്യക്കാര് വളരെ ചുരുക്കം പേര് ഇന്ത്യക്കാർ. പക്ഷേ ഇത്തവണത്തെ ട്രംപിന് അനുകൂലിച്ച് അതിന് 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അതിനകത്ത് പൊളിറ്റിക്സ്. ഒന്ന് ഈ പറഞ്ഞ ട്രംപ് മുന്നോട്ട് വെച്ച ഒരു ആശയം, ആ ആശയത്തിന്റെ പുറത്ത് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി ട്രംപിനെ സപ്പോർട്ട് ചെയ്തു. ഇല്ലെന്ന് ഇതിന് പറയാൻ പറ്റുമോ? കാരണം ഇതിനകത്ത് ആ ഒരു പൊളിറ്റിക്സ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇത് തിരിഞ്ഞൊരു കാരണം ഒരു റേസിന്റെ ബേസിലേക്ക് വിഷയം വന്നു കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാര് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കേ, ആരോടാണ് ഇവർ ID ചോദിക്കുന്നത് നോക്കിയേ. ഇതൊന്നും ഇല്ലാന്നൊന്നും കണ്ണടച്ചു വിടാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഒരു വിധത്തിലും ഭയപ്പെടേണ്ടാത്ത വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യക്കാര്. അപ്പൊ അത് ശരിയല്ല. കാരണം നമ്മള് 800,000 വെച്ചാൽ 8 ലക്ഷം ഇല്ലീഗൽസ് ഉണ്ട് നമ്മൾ ഇന്ത്യക്കാർ. നമ്മൾ മൊത്തം 4.9 മില്യൺ ആ ഇന്ത്യക്കാര് അമേരിക്കയിലുള്ളത്. അതിൽ 8 ലക്ഷം പേര് നമ്മൾ ഇല്ലീഗൽസ് ആണ്. അതായത് ഈ ഗുരുദ്വാരയുടെ മുന്നിൽ ജിൻസ്മാനെ പ്രൈവറ്റ് റെസിഡൻസി പിടിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഗുരുദ്വാര, ജോലി സ്ഥലം അത് പിടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ബയോമെട്രിക് എടുക്കില്ലേ, ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, പക്ഷെ ഇതെന്നറിയോ, ഇപ്പം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ലോ അതിന് പറയുന്ന ഒരു കാരണമുണ്ട്. ആ കാരണം ഇപ്പൊ ഇത് വൈറ്റും മറ്റുള്ള കളറുമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രാസ് റൂട്ടിൽ ഫീൽ അതില്ല എന്നൊന്നും അതിനകത്തൊരു കാര്യം പറയാവേ. ഞാനിപ്പം ഈ ഇൻകം ടാക്സ് ഒരു റെയ്ഡ് നടത്തുവാന്നിരിക്കട്ടെ, ഞാനൊരു ഇൻകം ടാക്സ് റെയ്ഡ് ഓഫീസർ ആണെന്നിരിക്കട്ടെ, IRS ആണ്. ഞാനേ ബ്ലാക്സിനെ റെയ്ഡ് ചെയ്യാറില്ല. അതായത് ഹാർലത്തിൽ പോയി റെയ്ഡ് ചെയ്യത്തില്ല. കാരണം ഇൻകം ടാക്സിന് ഈ പിടിക്കാൻ പോകുമ്പോൾ കാശ് കിട്ടണം. അതായത് ടാക്സ് വെട്ടിക്കുന്നവനെയാണല്ലോ പിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇപ്പൊ ഞാൻ ഹാർലത്തിൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 പൈസ കിട്ടുന്നത്. അപ്പൊ ഇവർക്ക് ടാർഗറ്റ്സ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വെള്ളക്കാരെ അമാര് പിടിക്കുന്നത്? അതിന് റീസൺ വെള്ളക്കാര് വെട്ടിക്കുന്നതിനകത്ത് പിടിച്ചാലേ ഉള്ളൂ. ഞാൻ ഇനി വേറൊരു കാര്യം പറയാം. എനിക്കൊരു ചാൻസ് തരാം. അപ്പൊ ഞാൻ ഐസ് പോയി, ഐസിനൊരു ടാർഗറ്റ് ഉണ്ട്. അതായത് നമ്മൾ 14 മില്യൺ ഇല്ലീഗൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര പേരെ, ഞാൻ 10 പേരെ ചോദ്യം ചെയ്താൽ എനിക്ക് ഇത്ര പേരെ കിട്ടണം. ഞാൻ പോയി 10 വെള്ളക്കാരെ സായിപ്പിനെ പോയി, ഞാൻ ഐസ് ഓഫീസർ ആണെന്നിരിക്കട്ടെ, എടാ നീ ഇതാണോ ഇല്ലീഗൽ ആണോ എന്ന് പറഞ്ഞ് നോക്കാൻ പോയി. ഞാൻ 10 പേരെ എടുത്ത്, ഞാൻ 100 പേരെ എടുത്ത് എനിക്ക് ഒരുത്തിനെ പോലും കിട്ടത്തില്ല. ഞാനൊരു 1000 പേരെ എടുക്കണം. ഞാൻ അതേസമയം അതായത് ന്യൂയോർക്കില്, അതായത് ക്വീൻസിന്റെ അവിടം വരെ പോയിട്ട് ഏതേലും സ്ഥലത്ത് പോയിട്ട് ഹിസ്പാനിക്സോ
അല്ലെങ്കിൽ ഗുരുദ്വാരയുടെ മുന്നിൽ പോയി ആ പഞ്ചാബികൾ നല്ല ശതമാനം കള്ളത്തരം കാണിക്കുന്നവന്മാരാണ്. ആ ഒരു സ്ത്രീ ഇല്ലായിരുന്നു, ഒരു ഹർജിത് കൗർ എന്ന് പറഞ്ഞ സ്ത്രീ, 73 വയസ്സുള്ള സ്ത്രീയെ ഡിപ്പോർട്ട് ചെയ്തല്ലോ. പുള്ളിക്കാരിയെ 92-ല് പുള്ളിക്കാരി എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേസ് കൊടുത്ത് പുള്ളിക്കാരി, എന്നിട്ട് എല്ലാവരും ഭയങ്കര സങ്കടം, അയ്യോ പാവം 73 പ്രായമുള്ള ഗ്രാൻഡ് മദറിനെ ഡിപ്പോർട്ട് ചെയ്ത്. എടാ കള്ളത്തരവാ കാണിക്കുന്നത്. ഷീ ഡസൻ നീഡ് അസൈലം. ഞാനിപ്പോ ഈ ഇടയ്ക്ക് കണ്ട 2-3 മലയാളികളുടെ കാര്യം പറയാം, എക്സാമ്പിൾ ആയിട്ട് പറയാം. 2-3 മലയാളി സ്ത്രീകൾ അപ്പൊ എന്തോ ചോദിച്ചു വന്നപ്പം അവര് എന്നോട് പറഞ്ഞു അവര് ഇല്ലീഗലാ. ഞാൻ പറഞ്ഞു അപ്പം അവർക്ക് അപ്പൊ അവര് ജോലി നോക്കുക. ഞാൻ പറഞ്ഞു എങ്ങനെയാ നിങ്ങൾ ജോലി കിട്ടുന്നത്? അത് ഞങ്ങൾക്ക് ഇപ്പം വിസ കിട്ടുമെന്ന്, എന്നാ ഇമിഗ്രേഷൻ കിട്ടുമെന്ന്. ഞാൻ ചോദിച്ചു എന്ത് ബേസിസിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ ഓൾറെഡി ഫയൽ ചെയ്തു. അതായത് BJP നമ്മള് മലയാളി ക്രിസ്ത്യാനികളെ കേരളത്തിലിരുന്ന് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. സോ നമ്മള് കള്ളത്തരം കാണിക്കുമാണിത് പലരും. ഞാൻ പറയുന്നില്ല എല്ലാവരും കാണിക്കുവാന്നല്ല, പക്ഷെ ഇന്ത്യക്കാരിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല 800,000 നമ്മുടെ നമ്പർ. അപ്പൊ ഈ കള്ളത്തരം കാണിക്കുന്നവന് ജിൻസ്മോൻ എന്ത് ചെയ്യണോന്നാ ജിൻസ്മോൻ പറയുന്നത്? ഐസ് എന്ത് ചെയ്യണം? ഇതിനെ പറഞ്ഞതിന്റെ തന്നെ അതിന്റെ ഒരു ആൻസർ ഉണ്ട്. എന്നാന്നറിയാവോ, ഇതിപ്പോ നമ്മളിപ്പോ ഈ ഒരു 800,000 നമ്മള് ആൾക്കാരെ ചില ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അവരെ പിടിക്കാനായിട്ട് ഇല്ലീഗൽ ആയിട്ടുള്ള വഴി സ്വീകരിക്കുന്നു. ഇല്ലീഗൽ ഒരു മാർഗം പറഞ്ഞു. ഞാൻ അങ്ങനെയാണ്, ഞാൻ സമ്മതിച്ചുതരാം. ഈ നിമിഷം ഇല്ലീഗൽ ആയിട്ട് അവർ ചെയ്യുന്നത്, ഞാൻ അടുത്ത പ്രാവശ്യം ട്രംപിനെതിരെ വോട്ട് ചെയ്തേക്കാം. ജിൻസ്മോൻ പറഞ്ഞു ഒരു ഐസ് ഓഫീസർ എത്ര കാര്യങ്ങൾ അല്ല. അപ്പൊ നീ തന്നെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് വഴി തടഞ്ഞു നിർത്തി ചോദിക്കാൻ പറ്റുമോ? അത് ഐസിന് ചോദിക്കാം. യെസ്, ചോദിക്കാം. അത് നിയമമാണ്. അപ്പൊ വണ്ടി എന്ന് അല്ലല്ല, അങ്ങനെ വണ്ടി എന്ന് വണ്ടി എന്ന് ഡ്രാഗ് ചെയ്ത് വണ്ടി എന്ന് പുറത്ത് വലിച്ചു ചാടിക്കാനുള്ള അധികാരമുണ്ട്. വലിച്ചു ചാടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബിൾ കോസ്റ്റിന് നമ്മളോട് നിർത്താൻ നിയമത്തിനെ നമ്മൾ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ പറയുന്ന പോലെ ഒരു കാര്യത്തിന് നമുക്ക് കാര്യം ചോദിച്ചോട്ടെ. ജിൻസ്മോനെ വഴി വെച്ച് ഇപ്പം ഐസുകാരൻ തടഞ്ഞു വന്നിരിക്കട്ടെ. പുള്ളി പറയുക സർ ക്യാൻ യു ഷോ മീ സം ഐഡന്റിഫിക്കേഷൻ ചോദിച്ചാൽ ജിൻസ്മോൻ എന്ത് പറയും? നോ ഐ കനോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്ഥാനത്ത് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല. എന്തിനാ മറുപടി? ഓക്കെ, അപ്പം എനിക്ക് ഐ കൻ സ്റ്റോപ്പ് യു. ഓക്കെ, എനിക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. പിന്നെ എന്റെ മുഖത്ത് തുപ്പുകയോ നോക്കുകയോ അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വലിച്ചിഴക്കുകയും ചെയ്യും. എല്ലാവരും ഒന്നും ചെയ്യുന്ന കാര്യമില്ല. പക്ഷെ ഞാനൊരു പറയാം, അടിമ മനോഭാവത്തോടു കൂടി ജീവിക്കാനാണ് നമ്മൾ ഈ കൺട്രിയിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒബേ ചെയ്യേണ്ടത്. അതായത് നിയമത്തിന് അതീതമായിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ നിയമം ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. അതാണല്ലോ ഈ രാജ്യം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്? അതോ നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് തന്നെ നമ്മളോട് ഇരിക്കാൻ പറയുമ്പോൾ കിടന്നു കൊടുക്കുക എന്നുള്ള ഒരു ബേസിക്കലി ഇന്ത്യക്കാരന്റെ ഒരു സ്വഭാവമുണ്ട്. അത് തന്നെ വേണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മളൊരു പ്രശ്നത്തെ പരിഹരിക്കുന്നത്? ഞാൻ എല്ലാ ദിവസവും സിറ്റി കൂടെ പോകുന്ന ഒരു മനുഷ്യനാണ്. എന്നെ ഇതുവരെയായിട്ട് ആരും നിർത്തിയിട്ടില്ല. നിർത്തിയാൽ തന്നെ എനിക്ക് ക്ലിയർ ആൻസർ ഉണ്ട്. അവന്റെ ജോലി ചെയ്യാൻ വരുന്നു, ഞാൻ അവന് പറഞ്ഞു കൊടുക്കും. അല്ലാതെ അവൻ എന്നെ വന്നിട്ടില്ല, വലിയ താമസമില്ല. ഞാൻ ന്യൂയോർക്കിലാണ്. ഞാൻ കണക്റ്റിലല്ലോ, അവൻ വന്നോട്ടെ. ഞാൻ ചോദിക്കുമ്പം പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോ അവന്റെ സ്ഥാനത്ത് എനിക്കായിരുന്നു ഈ പണി ഉണ്ടായിരുന്നു, എന്നോട് പറയുവാണ് നിന്റെ ജോലി ഇത് പിടിക്കുക എന്നുള്ളത്. എനിക്ക് പ്രോബബിൾ കോസിലാണ് എനിക്കിത് നടത്താൻ പറ്റുന്നത്. അപ്പൊ പ്രോബബിൾ കോസ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ IRS ഓഫീസർ ആണെങ്കിൽ ഞാൻ പോയി കറമ്പറയോ ലത്തീനോകളെയോ അല്ല ഞാൻ പോയി IRS കാരൻ പിടിക്കാൻ പോകുന്നത്. സോ അത് എന്തുകൊണ്ടാണ്? കാരണം അവന്റെ കാശില്ല. അവിടെ പോയിട്ട് പിടിച്ചിട്ട് എനിക്ക് കിട്ടത്തില്ല. സോ ഞാനിപ്പോ ഒരു ഐസ് ഓഫീസറാണ്, ഞാനൊരു ഇല്ലീഗലിനെ പിടിക്കണം. എത്ര വെള്ളക്കാർ ഇല്ലീഗൽസിനെ ജിൻസിനെ തന്നെ അറിയാവുന്ന പറയാം. ജിൻസിന് അറിയാവുന്ന എത്ര മലയാളി ഇല്ലീഗൽസ്, എത്ര ഇന്ത്യ ഇല്ലീഗൽസ്, മെക്സിക്കൻ ഇല്ലീഗൽസ് ഉണ്ടെന്ന് ജിൻസ്മോൻ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ജിൻസ്മോൻ പറ, ജിൻസ്മോൻ ആരെ പോയി ചോദ്യം ചെയ്യും? ഇതൊരു സിമ്പിൾ കാര്യമാണ്. ഞാൻ അതുപോലും നിയമപരമായിട്ട് ചെയ്യാൻ പറ്റിയല്ല. ഡ്രൈവ് ചെയ്ത് പോകുമ്പോ നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ചെന്ന് ഒരു പോലീസുകാരനെ അസ്യൂം ചെയ്യാൻ പറ്റിയല്ല. നിങ്ങൾ നിങ്ങൾ ഒന്നെങ്കിൽ സിഗ്നൽ ചാടി കഴിഞ്ഞാലും അത് നിങ്ങളെ സസ്പീഷ്യസ് ആയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ഞാനിപ്പോ ഒരുത്തനെ പിടിക്കുന്ന എന്താണ്, അവൻ അവിടെ സ്പാനിഷ് സംസാരിച്ചുകൊണ്ടിരിക്കുക, നല്ല എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു മലയാളിയാണ്, അവൻ കൊടും തമിഴോ തെലുങ്കോ സംസാരിക്കുക, അല്ലെ പഞ്ചാബി സംസാരിക്കുവാണ്. എനിക്കപ്പോ അറിയാം നല്ല ചാൻസ് ഉണ്ട് ഇവൻ
ഇതാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രോബബ്ലി ആകുന്നുള്ളൂ. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം. ഇതിപ്പോ നമ്മൾ പറയാം, ഇപ്പൊ UK ഒരു വലിയ പ്രശ്നം നടന്നു. UK കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇല്ലീഗൽസിന് അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സിന് വരുന്നു. അവർക്ക് 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷൻ കൊടുക്കുന്നു. അല്ല, ന്യൂയോർക്ക് നടന്നു. ഞാനിപ്പോ ഈ വലിയ കലാപം നടന്നത് ഇംഗ്ലണ്ടിലായതുകൊണ്ട് പറയാണ്. അപ്പൊ അവിടെ ഈ ബെനിഫിറ്റ് എല്ലാം മേടിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇതിനകത്തൊരു വിഷയം എന്താണെന്നറിയോ? ഇത് കൊടുക്കുന്നത് വളരെ അനീതിയാണ്. കാരണം വർക്ക് ചെയ്യുന്ന നമ്മൾ പറയുന്നത്, കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ടാക്സ് മുഴുവൻ പിടിക്കുന്നത് ഇല്ലീഗൽസിന് യാതൊരു കാര്യം. അത് ഇല്ലീഗൽസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മെഡിറ്ററേനിയൻ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല. അത് നമ്മൾ ഈ വെസ്റ്റേൺ കൺട്രീസിന് അതൊരു ത്രെട്ട് തന്നെയാണ്. പക്ഷെ അവരെ കയറ്റിക്കൊണ്ട് വരുന്നു. പക്ഷെ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം അവിടെ ഈ ബെനിഫിറ്റ്സ് മേടിക്കുന്നതിൽ 80% വൈറ്റ്സ് ആണ്. പക്ഷെ ഇത് പേര് വരുമ്പോ അല്ലല്ല, ഇത് വേറെ കാര്യമുണ്ട്. അപ്പൊ ഈ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്ന ഫോക്കസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ യഥാർത്ഥ വിഷയത്തെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയാണ് 100 കത്തുന്നവൻ 10 രൂപ എടുത്ത് വല്ലവനും കൊടുത്തിട്ട് അവനെയും കൂടെ എന്റെ കൂടെ കക്കാൻ ചേർക്കുന്നു എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല എന്ന് പറയാൻ പറ്റും. നോക്കാം. ഇപ്പൊ മിനസോട്ടയിൽ ആൾക്കാരെ പിടിക്കുന്ന ആരാണ് കട്ടത്? കട്ടതില് ഇപ്പം വെള്ളക്കാര് ആരും പറയുന്നില്ല വെള്ളക്കാര് ബെനിഫിറ്റ്സ് എടുക്കുന്നില്ലെന്ന്. വെള്ളക്കാര് 7% ആൾക്കാർ ബെനിഫിറ്റ്സ് എടുക്കുന്നുണ്ട്, വിച്ച് ഇസ് ഫൈൻ. അവര് 63% ഓഫ് US പോപ്പുലേഷനിൽ 7 എടുക്കുന്നു. 160,000 ഞാൻ അമേരിക്കയുടെ കാര്യം പറയുന്നത്. 160,000 ഉള്ള സോമാലിയക്കാരനകത്ത് ഏതാണ്ട് 70% ഓൺ സം ഫോം ഓഫ് വെൽഫെയർ ആണ്. എടാ, ഇതെങ്ങനെയാണ്? അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇമ്പോസിബിൾ. അതിന്റെ അർത്ഥം അത് ഫ്രോഡ് ആണ്. ദാറ്റ് പോയിന്റ് അവനത് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ടാണ് അവിടുത്തെ പ്രശ്നം തുടങ്ങിയേക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ന്യൂയോർക്കിൽ സ്പെഷ്യലി എത്രമാത്രം ഗവൺമെന്റ് ഓഫീസുകളിലാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ജോലി ചെയ്യുന്നത്? ന്യൂയോർക്കില് ഗവൺമെന്റ് ഓഫീസിൽ, അതായത് ന്യൂയോർക്ക് സിറ്റിയില്, ന്യൂയോർക്ക് സ്റ്റേറ്റില്, അവർക്കെല്ലാം ഈ അൺഡോക്യുമെന്റ് ഇവിടെ ഒരു പ്രത്യേക കാർഡും വിസയും. അപ്പം അത് ജിൻസ്മോൻ ആലോചിച്ചു. ജിൻസ്മോന്റെ മകൻ ഇവിടെ ജോലിക്ക് നോക്കുമ്പം മകന് കൊടുക്കാതെ ഇങ്ങനെ ഒരുത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു മോറൽ തെറ്റില്ലേ? അല്ല, എടാ, നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ രക്ഷപ്പെടാത്താതെ ഇങ്ങനെ വരുത്തത്തിന് അവന് ന്യൂയോർക്കിൽ ഹോട്ടലും കൊടുക്കുന്നു, ഫോണും കൊടുക്കുന്നു. ഇതെല്ലാം നമ്മൾ പേ ചെയ്യുന്നതാണ്. ഹൗ ഡു യു ടോളറേറ്റ് ദിസ്? ഞാൻ പറയുന്ന ബെനിഫിറ്റ് ഇല്ല. ഞാൻ ഓക്കെയാണ്. ഞാൻ ഒരു ഓപ്പൺ ബോർഡേഴ്സിന് എപ്പോഴും ഞാൻ എഗ്രീബിൾ ആണ്. ഞാൻ പക്ഷേ ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. എടാ, അത് ഞാൻ ടാക്സ് കൊടുക്കുന്ന പൈസയാണ്. അതുകൊണ്ട് അവന് കൊടുത്തിട്ട് ഞാൻ ഓപ്പൺ ബോർഡർ സമ്മതിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ ബോർഡർ ഉണ്ടെങ്കിൽ that means you're saying some people are not allowed, whatever be the condition. അത് റേസ് ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ, അല്ലെ എന്ത് വേണേ ആയിക്കോട്ടെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവനെ പിടിക്കാൻ പറ്റത്തില്ല. അല്ലെ പിടിക്കാൻ പോകുമ്പം തടയുക. എടാ, ഒരു പോലീസുകാരനെ, ഇപ്പൊ നമ്മളൊരു പോലീസുകാരൻ ഒരു കള്ളനെ പിടിക്കാൻ പോകും, അതിന്റെ അർത്ഥം അവന് തടയാൻ പറ്റും. ഇപ്പം കാലിഫോർണിയയിലൊക്കെ ഇപ്പൊ $2,000 വരെ ഇപ്പൊ നമുക്ക് കക്കാം. ഏതാണ്ട് 2,000 താഴെയാണെങ്കിൽ അതിപ്പം മിസ്ഡിമിനറോ, അത് ഏതാണ്ട് ഫെലനി പോലും അല്ല, ഒരു ചാർജ് ഇല്ല, നമ്മൾ ജയിലിൽ പോലും പോകുന്നില്ല. അതിന്റെ വ്യത്യാസം എന്താണെന്ന് ഇപ്പം വന്ന അവന്മാര്, എന്റെ ഫ്രണ്ടൊക്കെ അവിടെ പോയപ്പം കാർ അടിച്ചു പൊട്ടിച്ച് കറക്റ്റ് അവൻ 2,000 താഴെയുള്ള സാധനം കൊണ്ടുപോയി. അവൻ പോയി കംപ്ലൈന്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം 2,000 താഴെയാണ്. കടകളിൽ നിന്ന് പോയി അമ്മമാര് കറക്റ്റ് 2,000 താഴെ അല്ലെ 1,000 താഴെ കട്ടുകൊണ്ട് പോവാണ്. നമ്മൾ ഒന്നീ നിയമം വെക്കുക. അല്ലെ നിയമം ഞാൻ ഓക്കെയാണ്. ഇപ്പൊ ജിൻസ്മോൻ പറയുന്നതല്ല, നമുക്ക് നിയമം വേണ്ട, എല്ലാവരും വന്നോട്ടെ. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. പക്ഷെ നിയമത്തിന് അതീതമായിട്ട് പക്ഷെ ഈ രാജ്യം, അതാ നമ്മൾ പറയാം, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അതുപോലെ എങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞാൽ മതി. ജിൻസ്മോൻ പറഞ്ഞാൽ മതി. എങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞു ജിൻസ്മോൻ. നമ്മൾ ഐസ് ചെയ്യുന്ന തെറ്റാന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം. അല്ലല്ല, ഒരു നിങ്ങൾ സംസാരിച്ചതിന്റെ ഇടയിലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിയമം നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. അത് ഏത് രാജ്യത്തായാലും എവിടെ ആയാലും നടപ്പാക്കപ്പെടേണ്ടത് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ അത് ഒരു ഭയത്തിലൂടെയോ അല്ലെങ്കിൽ സമൂഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നിയമം നടപ്പിലാക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഞാനത് പറഞ്ഞു നിർത്തിക്കോട്ടെ. അത് വന്നിട്ട് ഇപ്പോ നിതിൻ ഇപ്പോ ഒരു കാര്യം ചോദിച്ചായിരുന്നു ജിൻസ്മോനോട്. ഇങ്ങനെ നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരു രീതി പറഞ്ഞു തന്നാൽ നമുക്ക് അങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്ന് ചോദിച്ചായിരുന്നു. നമുക്ക് അങ്ങനെ വേറൊരു ഓപ്ഷൻ നമുക്കിപ്പോ ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും ഡാറ്റകൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് വേറൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല. എങ്ങനെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ നമുക്ക് എങ്ങനെയാ കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ല. ഇപ്പൊ എങ്ങനെയൊരു ഓപ്ഷൻ, ഇപ്പൊ ഐസ് വന്നു കഴിഞ്ഞാല് അവര് വന്ന് ഡോക്യുമെന്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പോലും നമ്മൾ ഡോക്യുമെന്റ്സ് കാണിക്കും. ഞാനൊരു ലീഗൽ ആണെന്ന് കാണിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് അല്ലെങ്കിൽ അവര് പിന്നെ അത് നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളതോ ആ ഒരു ഭയമാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഭയമല്ലേ ഒരു തുടക്കത്തിൽ നിതിൻ പറഞ്ഞു എനിക്ക് ഭയമില്ലെന്ന് നിതിൻ പറഞ്ഞെങ്കിലും എന്നോടൊരു ഡോക്യുമെന്റ്, ഒരു ഐസിന്റെ ഒരു ഏജന്റ് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, പിന്നെ ആർ യു സിറ്റിസൺ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് എന്നോട് ലീഗൽ ഡോക്യുമെന്റ് കാണിക്കാൻ പറഞ്ഞ ഒബ്വിയസ്ലി ഞാൻ എന്റെ ഡോക്യുമെന്റ് കാണിക്കും. കാരണം എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭയമാണ്. കാരണം ഞാൻ ഈ കാണുന്നതൊക്കെ അതാണ്, ഞാൻ കേൾക്കുന്നതൊക്കെ അതാണ്. അതാണ് തുടക്കത്തിൽ നമ്മൾ ഈ ടോപ്പിക് എടുക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞത്. ഇന്ന് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ മൊത്തത്തിൽ ഈ ഒരു ഭയം ഇങ്ങനെ എല്ലാരെയും എന്താ പറയാ അലട്ടുന്നുണ്ട്. എല്ലാരും ഒരു നിയമവും നടപ്പിലാക്കുന്നത് അതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഡിബേറ്റ് ചെയ്ത് അതിന്റെ ആ നിയമം ആ രീതിയിൽ കൊണ്ടുവന്ന ഒരു നിയമത്തെ ഓവർ റൈഡ് ചെയ്ത് പല ആൾക്കാരിലേക്ക് ഇത് എത്തേണ്ട സമയത്തിന് അത് എത്തപ്പെടാത്തത് കൊണ്ടാണോ? പിന്നെ അത് മാത്രമല്ല, സ്കൂൾ കുട്ടികളില്, അത് ഈ പിന്നെ എന്താ സ്റ്റുഡൻസില്, ടെക് പ്രൊഫഷണൽസില്, പിന്നെ ഈ സ്മോൾ ബിസിനസ് ഓണേഴ്സില്, ഈ പിന്നെ ഇവരിലെല്ലാരിലും ഇത് വന്ന് എത്തപ്പെടുന്നുണ്ടല്ലോ. ഇതിന്റെ കൂട്ടത്തിലാണ് ഈ അൺഡോക്യുമെന്റഡ് ആയിട്ട് ഓവർസ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരിലും ഒക്കെ ഇത് എത്തിപ്പെടുന്നുണ്ട്. അങ്ങനെ ഓവർസ്റ്റേ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ടെൻഷൻ ഉണ്ടാവേണ്ടത് കാരണം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർക്ക് അവർ എന്തിനാണ് ആവശ്യമില്ലാത്ത അതല്ല, ഒരു സിറ്റിസൺ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഇത്ര ഇല്ലീഗൽസ് വന്നിട്ടുണ്ട്. ഈ ഇല്ലീഗൽസ് ഇത്രയും വന്നത് ഇവിടെ തന്നെയുള്ള ഗവൺമെന്റിന്റെ അല്ലെ പ്രയർ ഗവൺമെന്റിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ കയറിയത്. അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ആ നിയമപരമായിട്ടുള്ള വഴികൾ ഇഷ്ടംപടിയുണ്ട്. അത് ചെയ്യണം. ട്രംപ് പറയുന്ന പോലെ ഞാൻ മാത്രമാണ് ശരി. ഇതിനു മുന്നിലിരുന്ന റിപ്പബ്ലിക്കൻ ഗവൺമെന്റുകൾ പോലും അവരുടെ ഭാഗത്തുള്ള വീഴ്ചകളുണ്ട്. ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുമ്പോൾ ജനാധിപത്യ രാജ്യത്തിൽ ആ നടപടിക്രമങ്ങൾ ആ പ്രൊസീജിയറിൽ കൂടെ മാത്രമേ ഈ പരിപാടി ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. മിസ്റ്റേക്ക് വരുത്തിയത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതിന്റെ അകത്ത് നിതിനോ ജിൻസിനോ അല്ലെ പരീക്ഷയ്ക്കോ യാതൊരു നമ്മളിവിടെ സിറ്റിസൺ ആണ്. നമ്മുടെ അടുത്ത് ഇവിടെ എത്രയോ സിറ്റിസനെ അറസ്റ്റ് ചെയ്ത് എത്ര പേരെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടേക്കണോ. ഇപ്പൊ നിതിനെ അറസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിതിന്റെ ഭാര്യ വന്ന് പോലീസായി സിസ്റ്റത്തിൽ കൂടെ പോയി നിങ്ങളുടെ ഡോക്യുമെന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾ സിറ്റിസൺ ആണെന്ന് പുറത്തിറങ്ങി നിങ്ങൾ ഇതിന്റെ ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ലേ? ഞാൻ ഇപ്പം പിന്നെ ഒന്നുകൂടെ ഒരു കാര്യം ചോദിക്കാം. അല്ല, വല്ലവർക്കും ഒരു പ്രശ്നം ഉണ്ടായി, വല്ലവർക്കും സ്റ്റേറ്റ് വരുത്തുന്ന മിസ്റ്റേക്കിന് ഇൻഡിവിജ്വൽസിന് യാതൊരു ബാധ്യതയില്ല. സ്റ്റേറ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ മതി. ഒരു സിറ്റിസൺ നിയമത്തിന്റെ ഒറ്റ വാചകം ഉണ്ടല്ലോ, 1000 കുറ്റവാളികള് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി നിരപരാധിയാണ്. 1000 പേര് കറപ്ഷൻ കാണിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയല്ല. അല്ല, ഒരാളുടെ പേര് പറഞ്ഞു, അതായത് സിറ്റിസനെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്തതോ അവനെ, അതായത് ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഇത്ര ഈ ട്രംപ് ഞാൻ ചോദിക്കട്ടെ, ഈ സിറ്റിസനെ അറസ്റ്റ് ചെയ്ത ഒരു റിപ്പോർട്ടും നിതിൻ കണ്ടിട്ടില്ലേ? ഇപ്പൊ ആളുടെ പേര് ഞാൻ പറയാം. ഒരു സിറ്റിസനെ തന്നെ നമ്മുടെ വെനിസ്വലയ്ക്കോ ഹോണ്ടുറാസിനോ സിറ്റിസൺ അല്ല, പുള്ളി സിറ്റിസൺ അല്ല. പിന്നെ നോ പുള്ളി ഒന്നാമത്തെ കാര്യം, പുള്ളി ഒരു ഇല്ലീഗലായിട്ട് വന്നവനാണ്. എന്നിട്ട് ഗ്രീൻ കാർഡ് പുള്ളി സിറ്റിസൺ അല്ല. സോ ജിൻസ് അത് തെറ്റാണ്. അവന്റെ പേരെന്നാ ഖദ്രുഗയും പിന്നെ ആ ഖാലിദ് എന്ന് പറഞ്ഞവനും ഇമാരാര് സിറ്റിസൺസ് അല്ല. ദേ ആർ നോട്ട് സിറ്റിസൺസ്. ദേ ആർ ഓൺ എ ഗ്രീൻ കാർഡ്. ദേ ഹാവ് മൾട്ടിപ്പിൾ വയലേഷൻസ് ഓൺ ദം. ദേ വർ കോട്ട് ഡൂയിങ് സംതിങ് എൽസ്. സോ അതൊരു എക്സാമ്പിൾ പോലും അല്ല. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. ഒരെണ്ണം പറഞ്ഞു, ഞാൻ അത് അപ്പൊ തന്നെ ഒരു റിപ്പോർട്ട് സിറ്റിസനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രിബഡി ഹൂ ഇൻ കേസ് ദേ വർ അറസ്റ്റഡ്, അവൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്, അവനെ അപ്പൊ വിട്ടിട്ടുണ്ട്. സോ ദർ ഇസ് നോട്ട് ഈവൻ വൺ കേസ്. എടാ, നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പം ഒരുത്തൻ കള്ളത്തരം ചെയ്തവനെ പിടിച്ചിട്ട് അവന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ ജയിലിൽ പോകും. അതിപ്പോ നമ്മളിപ്പോ ഒരു കൊല നടന്നാലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ജയിലിൽ പോകുമല്ലോ. സോ യു ഹാവ് ടു പ്രൂവ്. അവൻ പ്രോബബിൾ കോസ് അല്ലെ സസ്പിഷന്റെ പുറത്ത് അവന് അറസ്റ്റ് ചെയ്യാം. He can. It is probable. And if we can prove, citizenship is a very easy thing. കാരണം ഇതൊരു ക്രിമിനൽ ഫെലനി ഒന്നുമല്ല. ഇതൊരു പ്യുവർ അഡ്മിനിസ്ട്രേറ്റീവ് സിവിൽ അറസ്റ്റ് ആണ്. സിവിൽ അറസ്റ്റ് കഴിഞ്ഞാലും എക്സിക്യൂട്ടീവ് ഓർഡറിൽ കൂടെ ഒരു ഭരണം നടത്തുക എന്ന് തന്നെയാണ്. എന്തിനാണ് 229 229 എത്ര മാസം, ഒരു വർഷം, ഒറ്റ വർഷത്തില്
ഒരു പ്രസിഡന്റ് ഇറക്കിയേക്കുന്നതാണ്. അത് എന്തിനാണ് ഓവർറിഡൻ ചെയ്യാൻ വേണ്ടി, അതിനകത്ത് ഐസിന്റെ ലോയിനെ സാധനമൊന്നുമില്ല. കോർട്ടിനെ ഓവർറിഡൻ ചെയ്യാൻ വേണ്ടി മാത്രം. അതിന്റെ അകത്ത് ഏറ്റവും നിതിൻ പോയിട്ട് ഏറ്റവും കൂടുതൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വന്നേക്കുന്നത് ഇമിഗ്രേഷന് വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഓൾറെഡി ഉണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് അല്ല ഇപ്പൊ ന്യൂയോർക്കിലേക്കൊക്കെ വന്നപ്പോ, ന്യൂയോർക്കിലും കാലിഫോർണിയയിലേക്കൊക്കെ ഐസോ ഫെഡറൽ ഓഫീസേഴ്സ് വന്നു തുടങ്ങി കഴിഞ്ഞപ്പം ഇപ്പം ഇവര് ബയോമെട്രിക് മെഷീനും ഒക്കെ ആയിട്ടാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്മതിക്കല, ഇവിടെ കാരണം ഐസ് ഓഫീസേഴ്സിനെ അതുപോലെ അഴിഞ്ഞാടെ സമ്മതിക്കല എന്നുള്ളത്. ജിൻസ്മനെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ മോഡി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആര് വേണേക്കോട്ടെ ഭരണം കേന്ദ്രം ഭരിക്കുമ്പം അവര് പറയുവാണെന്നിരിക്കട്ടെ, പാകിസ്ഥാനികളെ ഇന്ത്യയിൽ കയറ്റിയാൽ അത് കുറ്റകരമാണ്, അത് അഗേൻസ്റ്റ് ദ ലോ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് പിണറായി വിജയൻ BJPയുടെ എതിരെയാണ്ട് പറയുവാണ്, പാകിസ്ഥാനികളെ നിങ്ങളല്ല ഇങ്ങോട്ട് കയറി വരും, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ പിടിക്കാതിരിക്കാൻ. ഏതാണ്ട് അതുപോലാണ് ഇപ്പൊ നമ്മുടെ ന്യൂയോർക്കും കാലിഫോർണിയയും ഓടുന്നത്. എടാ ഇത് ഇല്ലീഗലാണ് ഇവൻ ചെയ്യുന്നത്. ഇവൻ ബോർഡർ ക്രോസ് ചെയ്ത് വന്ന് അവനും അറിയാൻ തെറ്റാണ്, ഇവിടെ കയറ്റുന്നവനും അറിയാൻ തെറ്റാണ്. എന്നിട്ട് ഇതിപ്പം ഒരു ജുഡീഷ്യറിക്ക് അതായത് ഇപ്പൊ കസ്റ്റംസോ ഇമാർക്ക് ഒരു കോടതി കൊണ്ട് ഒരു നിയമം എടുക്കുന്ന വെച്ചാൽ ഇപ്പം ലെറ്റ്സ് അസ്യൂം നമ്മൾ ഒരുത്തനെ പിടിച്ചു, അവൻ ഇല്ലീഗൽ, എന്നിട്ട് കോടതി പറഞ്ഞു എടാ ഇവൻ ഇല്ലീഗലാ, ഇവനെ ഡിപ്പോർട്ട് ചെയ്യണം. അപ്പോഴും എക്സിക്യൂട്ടീവ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല, കോടതിയുടെ കയ്യിൽ പവർ ഒന്നുമില്ല. കോടതി ഒരു ജുഡീഷ്യൽ ഇത് വിടുന്നതേ ഉള്ളൂ, എക്സിക്യൂട്ടീവ് വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, പാത്രികീസാരും ഓർത്തഡോക്സുകാരും തമ്മിൽ കേസുണ്ട്, സുപ്രീം കോടതി ഇത് വിധി വന്നു, എക്സിക്യൂട്ടീവായ പിണറായി വിജയൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ എക്സിക്യൂട്ടീവ് ഹാസ് ടു ഇംപ്ലിമെന്റ്. അപ്പം ന്യൂയോർക്കില് കാലിഫോർണിയയിൽ എക്സിക്യൂട്ടീവ് ആരാണ്? സ്റ്റേറ്റ് ആണ് എക്സിക്യൂട്ടീവ്. അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് ഫെഡറൽ കൻ ടേക്ക് ഓവർ, കാരണം ഇമിഗ്രേഷൻ ഇസ് എ ഫെഡറൽ പാർട്ട് ഓഫ് ദി ലോ. ഇതിനെ അത് ഇമിഗ്രേഷൻ ഇപ്പോഴും സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം അല്ലല്ലോ. അപ്പൊ ഇവിടെ ആൾക്കാർ വന്ന് അതല്ലേ ചോദിച്ചു, ഈ സ്റ്റേറ്റ് അത് ഫെഡറൽ ഗവൺമെന്റ് തന്നെ മിസ്റ്റേക്ക് അല്ലേ? ജിൻസ്മാൻ എടുത്ത് ഒരു B1 വിസയിൽ വന്ന ജിൻസ്മാൻ അറിയത്തില്ല, നമ്മുടെ മലയാളി തന്നെ എത്ര പേര് വന്ന് B1-ല് നമുക്കറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് കാർഡ് കൊടുക്കും. ഓക്കെ, സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അപ്പൊ അവൻ വരുമ്പം ഇപ്പം പോർട്ടിൽ അവനെ കയറ്റാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അവനൊരു B1 വിസ അവൻ വിസിറ്റ് ചെയ്യാൻ വന്നു, ന്യൂയോർക്കിൽ വന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നില്ല. നമുക്ക് ഈ ഒരു സിനാറിയോ എടുക്കാം, തിരിച്ചു പോകുന്നില്ല, നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. ഈ സമയത്ത് ഐസ് നേരെ അവനെ പിടിക്കാനല്ല വരുന്നത്, എപ്പോഴും ഒരു ടിപ്പ് ഉണ്ട് ഇതിനകത്ത്. സംബഡി മേക്സ് എ കോൾ. ഇപ്പം ജിൻസ് മോൻ വിളിച്ച് പറഞ്ഞു എന്നിരിക്കട്ടെ ഐസിന്റെ അടുത്ത്, ഈ ഇവിടെ ഒരുത്തനുണ്ട്, അല്ലെ ഗുരുദ്വാരയിലുണ്ട്, അല്ലെ നമുക്കറിയാവുന്ന മലയാളി ആയിക്കോട്ടെ, എന്ത് വേണേ ആയിക്കോട്ടെ, അല്ലെ മെക്സിക്കൻ ആയിക്കോട്ടെ, ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് അവർ വരുന്നത്. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ എ ടിപ്പ്. ഈ ടിപ്പ് വെച്ച് വരുമ്പോൾ ഇനി അവൻ എന്ത് ചെയ്യണം? അവനെ ജിൻസ്മാൻ വിളിച്ചു, ജിൻസ്മാൻ അനോണിമസ് ആയിട്ടോ അല്ലെ പേര് കൊടുത്ത് ജിൻസ്മാൻ ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ് കൊടുത്തു എന്നിരിക്കട്ടെ. ഇനി ആസ് എൻ ഓഫീസർ ഓഫ് ദ ലോ, ഹീസ് എ ഫെഡറൽ ഓഫീസർ വിത്ത് പവേഴ്സ്. അവന് എക്സിക്യൂട്ടീവ്, അതായത് ഫെഡറൽ എക്സിക്യൂട്ടീവ് അവന് പെർമിഷനും കൊടുത്തിട്ടുണ്ട്, നിന്റെ ജോലി ഇതാ നീ ചെയ്തോളാൻ പറഞ്ഞു. ഇനി അവൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഹി ഡു? പിന്നെ ഭയത്തിന്റെ കാര്യം നേരത്തെ പട്രീഷ പറഞ്ഞില്ല. പട്രീഷ ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ, നമ്മളിപ്പോ ഒരു സ്പീഡ് വന്നിരിക്കട്ടെ, എന്നിട്ട് ഒരുത്തനെ ഇടിക്കുകയോ ഇടിക്കാതെ നമ്മൾ സ്പീഡ് ചെയ്ത് നമ്മുടെ പുറകിൽ ഒരു പോലീസുകാരൻ ലൈറ്റ് ഇട്ട് വരുമ്പോൾ നമ്മൾ ആക്ച്വലി എന്തുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്? ഭയം ഉള്ളതുകൊണ്ടാണ്. അതായത് ഈവൻ നമ്മളെ ഓടിച്ചിട്ട് പിടിച്ച് വെടിവെക്കുമോ എന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാണോ നിർത്തുന്നത്? ഇപ്പം ഭയം എന്ന് പറഞ്ഞ സാധനമില്ല. ഇവൻ ഒന്നും നമ്മളെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ, അതായത് നമ്മളെ പിടിച്ചകത്തിടാൻ പറ്റത്തില്ലായിരുന്നെങ്കിൽ ഞാനോ പെട്രീഷ്യോ പിന്നെ വണ്ടി നിർത്തേണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു ട്രാഫിക്കും അല്ലെങ്കിൽ റോഡും സിവിൽ ഇതൊക്കെ നന്നായിട്ട് പോകുന്നത്. ഈ സാധനമൊക്കെ നമ്മുടെ നാട്ടില്, കേരളത്തില്, നമ്മുടെ നാട്ടിലൊക്കെ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അല്ല, ഇത് ഈ ആ ഒരു ഭയം, ടിക്കറ്റ് കിട്ടും എന്നുള്ള ഭയം, ലൈസൻസ് ചൈന പോലെയുള്ള ഒരു ട്രംപ്ലാൻഡിൽ ജീവിക്കണമെന്നാണ് നിതിനും ആഗ്രഹിക്കുന്നത് ഞാൻ നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അവനൊരു പവർ ഉണ്ട്. ഞാൻ നിർത്തിയില്ലെങ്കിൽ ഒരു പോലീസുകാരന് നമ്മളെ തടഞ്ഞിട്ട് വെടിവെച്ചിടാനുള്ള പവർ ഉണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ ആയിക്കോട്ടെ, ഈ ഇതെല്ലാം ആയിക്കോട്ടെ, ഞാൻ ഇതെല്ലാം സമ്മതിക്കുന്നു, പവർ ഉണ്ട്, നമുക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് വാർണിംഗ് തരുന്നുണ്ട്, ഒരു ആംബർ തരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഒരു റെഡ് തരുന്നത്. എന്നിട്ട് ഞാൻ മീൻ ചെയ്യുന്നത്
നമ്മളെ കൂടെ വന്ന് നമ്മൾ പാർക്ക് ചെയ്യുന്നിടം വരെ നമ്മുടെ കൂടെ വന്നിട്ട് നമ്മൾ നിർത്തുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മുടെ അടുത്ത് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അതിനൊരു ടൈം തരുന്നുണ്ടല്ലേ? ഈ ഐസുകാരനെ കണ്ടിട്ട് നോക്കിക്കോ, ഐസുകാരന്റെ ആദ്യത്തെ ചോദ്യം അവൻ വളരെ ഡീസന്റ് ആയിട്ടാ ചോദിക്കുന്നത്. നമ്മള് ഇൻഡീസന്റ് വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ, അതായത് അവനെ തുപ്പിയവനെ അവൻ എടുത്തിട്ട് ഇടിച്ച കാര്യമൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. സാധനം ഞാൻ പറയുന്നത്, ഈ സാധനം കമ്മ്യൂണിറ്റിക്ക് ഒരു ട്രോമ ഉണ്ടാക്കാതെ വെറുതെ പിടിച്ച് ലോകത്തുള്ള നൈജീരിയയിൽ ഒരുത്തിന് പാവപ്പെട്ടവൻ അവിടെ ചാകുന്ന നമ്മൾ ട്രോമ എടുക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം പെട്രീഷ്യ ഏതോ കള്ളൻ ഒരു കള്ളത്തരം ചെയ്തതിന് അവന് ട്രോമ, അവന് വേണ്ടി അല്ല, കള്ളത്തരം ചെയ്യുന്നവർക്ക് ട്രോമ ഉണ്ടാവുന്നതിനേക്കാൾ ഏറെ ബാക്കിയുള്ളവർക്ക് ട്രോമ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയുന്നത്, പെട്ടെന്നൊരു സെപ്പറേഷൻ വരുന്നു, ഒരു ഫാമിലിയിൽ സെപ്പറേഷൻ വരുന്നു ഇതിനെ കൊണ്ട്. കാരണം അത് അവർ കള്ളത്തരം ചെയ്തത് കൊണ്ടാണ്. ഞാനിപ്പോ നിതിന്റെ പോയിന്റിൽ തന്നെ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവൻ ഇപ്പൊ ഈ പറഞ്ഞ ആരോ ഒരുവൻ കള്ളത്തരം ചെയ്തത് കൊണ്ടാണ് അവന്റെ ഫാമിലിയിൽ ഒരു സെപ്പറേഷൻ വന്നത്, അല്ലെ? പിന്നെ സഡൻ ഡിപ്പോർട്ടേഷൻ വരുന്നത് കാരണം ആ ഫാമിലിക്ക് മൊത്തം ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ. കള്ളത്തരം ചെയ്തത് കൊണ്ടാണ് നമ്മുടെ കൺട്രിക്ക് അത് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള ലീഗലായിട്ടുള്ള ആൾക്കാർക്ക് അത് ദോഷമായിട്ട് ബാധിക്കുന്നത്. ബാക്കിയുള്ള ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ഒരു പകുതി നല്ലതാണ് ചെയ്യുമ്പോഴും ഈ പകുതി വരുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ട്രോമ ഉണ്ടല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും നമ്മൾ? എന്തിനാ ട്രോമ? നമുക്ക് ഇപ്പൊ പെട്രീഷ്യ വേറൊരു ഇപ്പൊ ഇന്ത്യക്കാരൻ കള്ളത്തരം കാണിച്ചതിന് ട്രോമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വരുമ്പോ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വന്നു കഴിയുമ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് വരുന്നോളം വിഷയം അല്ലല്ല. നിലവിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്ത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ ആവശ്യമില്ല. അങ്ങനെയാണ് പിന്നെ ഇവിടെ സെനറ്റ് ആവശ്യമില്ല, ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ആവശ്യമില്ല, ഇവിടെ ഇലക്ഷന്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തെ അല്ലല്ലോ അമേരിക്ക ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു ജനാധിപത്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കുന്ന പറയണം. അതായത് നിങ്ങളെ ഒരു സ്ലേവ് ആയിട്ട് കണക്കാക്കുന്ന ഒരു ഭരണം ഇവിടെ ഉണ്ടായിരുന്നു, കളേർഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കളർ ഒരു വിഷയമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, ആ വിഷയമുണ്ട്. അതിനെ ഓവർ റിട്ടേൺ ചെയ്യാനായിട്ട് പ്രസിഡന്റ് കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിക്കൊണ്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിനെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. ഈ വിഷയം വളരെ ആപ്റ്റാണ്. നിങ്ങൾ ഇപ്പൊ നിതിൻ ഇത് പറയുമ്പോൾ നിതിന്റെ ആ സോഫ്റ്റ് കോർണറിൽ അവതരിപ്പിച്ചാലും ഈ പ്രശ്നങ്ങൾ അത് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിയമപരമായിട്ട് പെരുമാറുവാണെങ്കിൽ ഇല്ലീഗൽ ആണെങ്കിൽ കൂടിയും ഒരു സ്ത്രീയെ വെടിവെച്ച് കൊല്ലേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുമല്ലോ. അത് സ്ത്രീ വണ്ടി ഓടിച്ചിട്ട് അവരോട് നിർത്താൻ പറഞ്ഞ് അവിടെ നിന്ന സമയത്ത് അല്ല, അതിപ്പോ നമുക്ക് ആർക്കും വേണമെങ്കിൽ പറയാം. നീ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഉടനെ എന്താ തലക്ക് വെടിവെക്കുക എന്നുള്ളത് ഏത് ജനാധിപത്യത്തിലാണ്? കാരണം അവർക്ക് ഹാമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു. അതുപോലെയുള്ള അനവധി ഇഷ്യൂസ് ആണ് വരുന്നത്. അത് അമേരിക്കയുടെ ഞാൻ വെടിവെച്ചേ എന്റെ ലൈഫിന് ത്രെറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിന് ത്രെറ്റ് അല്ല അത്. ആ ഒരു ത്രെറ്റ് അല്ല അത് ശരിക്കും നമ്മൾ പറഞ്ഞാൽ അധികാര ദുർവിനിയോഗം എന്ന് പറയുന്ന അവന്റെ അധികാരം ഉപയോഗിച്ചതാണ്. പറയാൻ എളുപ്പമാണ്. അവരുടെ സ്ഥാനത്ത് നമ്മളല്ല ഇരിക്കുന്നത്. അതായത് ചില പോലീസുകാരുടെ പറയത്തില്ലേ, അവൻ എന്തുകൊണ്ട് കാലിനിട്ട് വെടിവെച്ചില്ല? എടാ, ഒരുത്തൻ കള്ളൻ ഇരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് വെടിവെക്കുവോ? പിന്നെ ആ ആള് മുമ്പിലിരുന്നപ്പോഴാണ് അവർ വണ്ടി എടുത്ത്. അവർക്ക് അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അവരോട് നിർത്താൻ പറഞ്ഞു. അവര് വണ്ടി എടുത്ത് അവനിട്ട് ഇടിക്കാൻ പോയി. അവൻ എല്ലാവരും അത്ര ഒരു സ്ലേവ് മെന്റാലിറ്റി ഒന്നുമില്ല. എടാ, ഒരുത്തൻ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ജിൻസ്മോന് നാളെ പോലീസുകാരൻ വെച്ച് സ്പീഡിങ്ങിൽ ഓടിക്കുമ്പം എനിക്ക് ഗ്രോസറി മേടിക്കാൻ പോകുമ്പോൾ പോക്കറ്റിൽ പാസ്പോർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു അല്ല, അത് ആവശ്യമുണ്ടെന്ന് ഇവിടെ ജനിച്ചു തുടങ്ങുന്ന പിള്ളേർക്ക് വരെ തോന്നി തുടങ്ങി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. You can just tell them. It's very simple. You tell them my passport or my citizenship. അങ്ങനെ പറഞ്ഞിട്ടും എവിഡൻസ് ചോദിക്കുന്ന ഞാൻ സിറ്റിസൺ ആണ്, അമേരിക്കൻ ആക്സെന്റിൽ സംസാരിച്ചിട്ട് വിടാതെ വലിച്ചെടുത്ത കേസുകൾ ഇഷ്ടംപടിയുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വരുന്നതും ഈ പിന്നെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജും എല്ലാം തന്നെയും നമുക്ക് വിശ്വസനീയമെന്ന് പറയാൻ മാത്രം നോക്കിയാൽ മതിയല്ലോ. മെയിൻ സ്ട്രീം മീഡിയയിൽ ചാനലുകൾ വരുന്ന ഇൻസിഡന്റ് മാത്രം നോക്കിയാൽ മതിയല്ലോ. സിനാരിയോ പോലുമില്ല ജിൻസ്മോന് കാണിക്കാൻ പറ്റുന്ന. ഐ കൻ ഡോക്യുമെന്റ്. ഞാനിത് ഒത്തിരി വായിച്ചാണ്. അതായത് ജിൻസ്മോൻ പറയുവാണ്, ഒരു ജിൻസ്മോനെ നിർത്തി, നമ്മൾ ആരും ഞാനും പാസ്പോർട്ട് ഇട്ടില്ല നടക്കുന്നത്, എന്നെ നിർത്തുവാണെങ്കിൽ ഞാൻ പറയും, യു കം ടു മൈ ഹോം, ഐ വിൽ ഷോ യു ദ പാസ്പോർട്ട്. അത്രയും പറഞ്ഞാൽ അവൻ ഒന്നീ കൂടെ വരും.
അല്ലെ അവൻ ചിലപ്പം വിട്ടെന്നിരിക്കും. ബട്ട് ഹി ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് us over there. അത് ഞാൻ ഗ്യാരണ്ടി പറയാം. അത് ഒരു ഐസിന്റെ റെയ്ഡുകളൊന്നും ഇത്ര വളരെ ഫ്രണ്ട്ലി അല്ല, വളരെ ഫ്രണ്ട്ലി വളരെ അഗ്രസീവായിട്ട് അവർക്ക് ടാർഗറ്റ് മേടിച്ച് പിടിക്കാനായിട്ട് ഇത് താലിബാൻ അല്ലല്ലോ, ഇവിടെ അമേരിക്കയിലുള്ള സിറ്റിസനെ വരെ ടാർഗറ്റ് തേക്കാൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു പോലീസിങ്ങിനെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും നമ്മൾ എന്താ പറയുക? 14 മില്യൺ ആൾക്കാരുണ്ട്. ഇവൻ എന്ത് ചെയ്യണമെന്ന് ജിൻസ്മോൻ പറഞ്ഞു. 14 മില്യൺ അല്ലല്ല, അത് നിതിൻ പറയുന്ന പോലെ ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്യാന്നുള്ളത് എന്റെ ഒരു രാജ്യത്തിന്റെ എന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഈ രാജ്യം ഇതുവരെ ഉണ്ടാക്കി നിയമം പാലിക്കാതെയാണോ ഇങ്ങനെയുള്ള ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആരാ? അല്ല, നമുക്ക് ട്രംപിന്റെ കാര്യം നോക്കാം. ട്രംപ് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയെ ഞാൻ വോട്ട് ചെയ്തേക്കുന്നത്, ഞാൻ പുള്ളിക്ക് വോട്ട് ചെയ്തേക്കുന്ന ഈ ഇല്ലീഗലിനെ പിടിക്കാനായിട്ടാണ് ഞാൻ വോട്ട് ചെയ്തേക്കുന്നത്. എന്റെ ഒരു പോയിന്റ് അതായിരുന്നു. അപ്പം പുള്ളി അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. പുള്ളിയുടെ ഓഫീസേഴ്സിന് ഇനി എക്സിക്യൂട്ടീവ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് ഇവനെ പിടിക്കാൻ പറഞ്ഞു. അത് തടയുന്നവൻ, അവന്റെ ലൈഫ് ആ ഓപ്പറേഷൻ ഇംപീഡ് ചെയ്യുന്ന ഒരു ഓഫീസറിന്റെ, ഹീസ് എ ഫെഡറൽ ഓഫീസർ, വൈ ആർ യു ഇംപീഡിങ് ഹിം? യു ക്യാൻ പ്രൊട്ടസ്റ്റ്. ആരും അമേരിക്കയിൽ നമുക്ക് അവിടെ ഇരുന്ന് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് നടത്താം. നമ്മളെ തൂക്കിയെടുത്തോണ്ട് പോയി പിറ്റേ ദിവസം ജയിലിൽ നടക്കാം, നമുക്ക് സൂയും ചെയ്യാം. അതിന് പകരം അവന്റെ അടുത്ത് വണ്ടി ഇടിക്കാൻ പോയി അവനെ തുപ്പുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇടി കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവൻ അനുഭവിക്കണം. ഇതിനെ അമേരിക്കയിൽ ഈ ഒരു തുപ്പുന്ന കേസൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ റയറർ ദാൻ ദ റയറസ്റ്റ് കേസുകളിലെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുള്ളൂ, ചെയ്യുന്നവരുണ്ടായിരിക്കാം. അതല്ല നമ്മൾ പറയില്ല, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു വിഷയം അവസാനിപ്പിക്കാം. ഇനിയെ ഇതിന്റെ അകത്തൊരു കളറിന്റെ ഒരു ഇഫക്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഇത് വളരെ ഞാനത് എഗ്രി ചെയ്യുന്നില്ല. എനിക്കൊരിക്കലും നമ്മളെ വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു കൊലപാതകമാണ്, ചെയ്യുന്നൊരു കൊലപാതകമാണ് നമ്മൾ ഇതിനെ അനുകൂലിക്കുക എന്ന് പറയുന്നത്. കാരണം നിയമത്തിന്റെ വഴിയിലൂടെ ജീവിച്ചു പോകേണ്ട ഒരു സമൂഹത്തിനെ ഭീതിയിലാഴ്ത്തുന്നത്, പട്രീഷ്യ പറഞ്ഞ പോലെ ഭീതിയിലാഴ്ത്തി അടിച്ചമർത്തി ഭരിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ഭരണാധിപനെ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഇപ്പൊ പുതിയ ഇന്നൊരു സർവേ വന്നിട്ടുണ്ട്. ആ സർവേയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇത് എല്ലാരും പറഞ്ഞ ഈ സർവേ ഒക്കെ വെച്ച് എല്ലാരും പറഞ്ഞ് ട്രംപ് ഈ തവണ ജയിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ പയർ പോലെ പുള്ളിയെ ഇലക്ട്രൽ വോട്ടും ഇതൊക്കെ കൊടുത്ത് ഞങ്ങൾ വിജയിപ്പിച്ചില്ലേ? ഇന്നത്തെ ചർച്ച വളരെ കൂലങ്കഷമായ ഒരു ചർച്ച തന്നെയായിരുന്നു. ഇന്നത്തെ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന കാര്യമാണ്. ഭയം പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ വേഗത്തിൽ പടരുന്ന ഒന്നാണെന്നാണ് ഈ ചർച്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, ഐസ് നടപടികൾ നിയമത്തിന്റെ ഭാഗമാണെങ്കിലും അതിന്റെ ഈ ഒരു മെന്റൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ വളരെ ആഴത്തിൽ തന്നെ ആശങ്കകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് അത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിപ്പോ നമ്മളിപ്പോ ഇത്രയും ലീഗൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ വിവരം അതിനെക്കുറിച്ചുള്ള ഒരു റിയാലിറ്റി അല്ലെങ്കിൽ എന്താണെന്ന് അറിയാത്തിടത്തോ അല്ലെങ്കിൽ അതിന്റെ വിവരം കൃത്യമായി അറിയാത്തിടത്തോ ആണ് ആ ഭയം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തെറ്റായ വാർത്തകളും അനാവശ്യമായിട്ടുള്ള അഭ്യൂഹങ്ങളും ഒക്കെ അതിന് വളം ചേർക്കുന്നുണ്ട്. ഓരോരുത്തരും ആവശ്യമില്ലാതെ അതിന് വളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ. പിന്നെ ഇന്ന് നമ്മൾ കേട്ടത് ഒരേ സമയം 2 സത്യങ്ങളാണ്. ഒന്ന്, നിയമം നടപ്പാക്കേണ്ടതുണ്ടെന്നുള്ള ഒരു ഭാഗവും കേട്ടു, അതേസമയം മനുഷ്യരുടെ സുരക്ഷയും അവരുടെ അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നുള്ളത് ഒരു ഭാഗവും നമ്മളിപ്പോ കേട്ടു. ഇനി മാധ്യമങ്ങൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ നമ്മൾ ഇനിയൊരു രീതിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോഴൊക്കെ വേറൊരു രീതിയിൽ നമ്മൾ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. അതായത് ഇതെങ്ങനെയാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത്. ആക്ച്വലി ഇത് സത്യങ്ങളാണ് വെളിയിലേക്ക് വരേണ്ടത്. സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും വാട്സപ്പ് വഴിയാണെങ്കിലും ഇപ്പം ജിൻസ്മോൻ പറഞ്ഞതുപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയകൾ വഴിയാണെങ്കിലും സത്യങ്ങൾ മാത്രം വന്നു കഴിയുമ്പോഴത്തേനും ഞാൻ വിചാരിക്കുന്നു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ട്രോമയിൽ കുറച്ച് കുറവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചർച്ച എന്ന് പറയുന്ന ഒരു ഭയത്തിന്റെ അവസാനമല്ല, മറിച്ച് ഒരു അറിവിലേക്കുള്ള തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് അതിനെ ഓർമ്മിക്കാം. ഈ സംവാദം നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭയം കുറയ്ക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. വീണ്ടും ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താനെന്താ പോണില്ലേ? നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചങ്ങ് ഇരുന്നു പോയതാ. എന്തു പറ്റി?
ഡാഡിയോടും മമ്മിയോടും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ പോരാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വീട് നോക്കണം, ബിസിനസ് നോക്കണം, കൃഷി നോക്കണം, അങ്ങനെ 100 കൂട്ടം ന്യായങ്ങളാ പറയുന്നത്. അതിനിടയ്ക്ക് പോയി 25 ഏക്കർ തോട്ടം എഴുതിച്ചു. എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അതിന്. രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഈ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ ഇതിനൊക്കെ? ഇത്രയുള്ള കാര്യം. വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസിയോ? സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. ആഹാ, അത് കൊള്ളാമല്ലോ. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.